ഇപ്പോ ഞാനിങ്ങനെ ഈ ഐറ്റത്തിന് ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവിനും വിളിച്ചു. അവർ സ്റ്റേജിലേക്ക് വന്നിട്ട് അവര് ഒരു ഐറ്റം ഏൽപ്പിച്ചു. അവർ രണ്ടുപേരോട് ഭംഗിയായിട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, എന്ത് രസമായിരിക്കുന്നില്ലേ, ഇതാണ് കപ്പിൾ എന്ന് പറയുന്നത്, ഇതാണ് ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറയും. ഇതെല്ലാം പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്, എന്തോ മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ സ്റ്റേജിൽ വന്ന് അവർ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുക, എന്താണ്. പിന്നെ ഞാൻ പറഞ്ഞു, അടുത്തായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഓ എന്ത് രസമായിരുന്നു, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെയുള്ള ഇംഗ്ലീഷൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അല്ല ഭയങ്കര ചിരി വരുന്നു. വീണ്ടും ഇങ്ങനെ ചിരി വരുന്നു നോക്ക്. പിന്നെ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ അന്നേരവും വളരെ സീരിയസ് മുഖമാണ്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത്, വേറെ എന്തോ ഈ പറയുന്നത്. ഒരു ഭാര്യയും ഭർത്താവും വേണമെന്ന് പറഞ്ഞു. ഞാൻ വന്നു, അത് ഞാനൊരു ഭർത്താവാണ്, അതൊരു ഭാര്യ, അത് വേറൊരു വീട്ടിലാണ്, ഇത് അങ്ങനെ ഞങ്ങൾ രണ്ടും രണ്ട് വീട്ടിലെയാണെന്നാ പറയുന്നത്. അങ്ങനെയൊന്നും അല്ലല്ലോ, നിങ്ങൾ ഒരു വീട്ടിൽ തന്നെയല്ലേ ഭാര്യയും ഭർത്താവും. നിങ്ങൾക്ക് മാജിക് ചെയ്യാനുള്ള കഴിവുണ്ടോ? മാജിക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് അറിയാം, മുഖത്ത് നോക്കി പറയാം. യെസ്, മാജിക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? അത് ശരി. എങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ഉണ്ട്. ആരും എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഞാൻ അതിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അല്ല ചുമ്മാ അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുമില്ല. ഈശ്വരൻ നിങ്ങൾക്ക് ആ കഴിവ് വന്നിട്ടുണ്ടോ എന്നറിയാൻ ടെസ്റ്റ് ഉണ്ട്. വന്നിട്ട് ഞാനതൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. അവൻ്റെ പേരെന്താണ്? അനു. ക്രിസ്ത്യാനോ. ഇവിടെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. ഒരു വീട്ടിൽ തന്നെയല്ലേ? ശരി, നമുക്ക് ആരംഭിക്കാം. മാജിക് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കഴിവ് വന്നിട്ടെങ്കിൽ സംതിങ് ഹാപ്പൻ ആവും. ഇങ്ങനെ കൈ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൈ തൊടരുത്, തുടക്കരുത്. അങ്ങനൊരു പാട്ടുണ്ടല്ലോ പണ്ട്. എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റി ഇതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രകാരം റെഡി, 1 2 and 3. കൈക്ക് വല്ല തണുപ്പോ പെരുപ്പോ എന്തെങ്കിലും അനുഭവപ്പെട്ടോ? ഇല്ല, രക്ഷപ്പെട്ടോ? ഒന്നുകൂടെ പിടിച്ചേ. എല്ലാ ചിന്തകളും മനസ്സിൽ മാറ്റി ഈ ഗ്ലാസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓം ക്ലീം. The Hocus Pocus are ready. 1 2 and 3. Nothing happens. All right. Ready? 1 2 and 3. Yes. നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. നമുക്ക് റെഡിയാണോ സത്യ? റെഡിയാണല്ലോ. അത് നിങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പൊ മാജിക് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. പ്രൂവ്ഡ്. ഇനി അനു ഇങ്ങോട്ട് നീങ്ങുന്നേ, നമുക്ക് നോക്കാം എന്താണെന്ന് മനസ്സിലായോ? ടാഗ് എഴുതി. ടാഗ് മൈക്ക് ഹോൾഡർ പ്ലീസ്. മൈക്ക് ഹോൾഡർ 1 minute. റെഡി. ഇതെന്താണെന്ന് അറിയാമോ? അനൂപിന് എന്ത് തോന്നുന്നു? ഇതെന്താണ്? ബോംബുകളാണ്. ഇപ്പം ബോംബിന്റെ ഒരു സംസ്കാരമാണല്ലോ നമ്മുടെ നാട്ടിൽ. അവരുടെ കയ്യിലിരുന്ന് പൊട്ടുന്നു, ഇവിടെ ഇരുന്ന് പൊട്ടുന്നു, വീട് പൊട്ടിത്തെറിക്കുന്നു. അതല്ല, ഇത് ബോംബുകളാണ്. 3 ബോംബുകൾ, ഉഗ്ര സ്ഫോടന ശേഷിയുള്ള 3 ബോംബുകൾ. അല്ല, ഒരു ബോംബ് മാത്രമേ ഇതിലുള്ളൂ. രഹസ്യം ഇതാണ്. There are 3 bombs. One is real, another true, and 2 bombs are fake. It won't burst. അതാണ്. മറ്റേ 3 പൊട്ടുന്നതല്ല, 2 പൊട്ടുന്നതല്ല, 1 എനിക്കറിയില്ല ഏത് വേണം എന്നുള്ളത്. ഏതാണ് ശരിക്കുള്ള ബോംബെന്ന് എനിക്കറിയില്ല. നിങ്ങളാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്? കണ്ട സത്യൻ, ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ സത്യൻ അതിനെ 1 2 2 1 ഇങ്ങനെ സ്ഥാന വ്യത്യാസം വരുത്തും. ഓക്കെ, അത്
നിങ്ങളത് ഉറച്ച് സ്റ്റോപ്പ് എന്ന് പറയണം. അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ശ്രദ്ധ സ്റ്റാർട്ട്. 1 2ലേക്കും 2 1ലേക്കും 3 2ലേക്കും 2 3ലേക്കും 1 2ലേക്കും ഇങ്ങനെ മാറ്റി 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 വെക്കുന്നു. എപ്പോൾ വേണമെങ്കിലും താങ്കൾ സ്റ്റോപ്പ് പറയും. സ്റ്റോപ്പ്. ഇത്രയും ശക്തിയായിട്ടൊക്കെ ഞാൻ പറയുമ്പോൾ ലാസ്റ്റ് നിങ്ങൾ പറയുന്ന സ്റ്റോപ്പ് പോലും ഞാൻ കേൾക്കുന്നില്ല. ഇങ്ങനെ ഉറച്ചു പറയണം, ഉഷാറാവണം. സ്റ്റാർട്ട് അഗൈൻ. 1 2ലേക്കും 2 1ലേക്കും 2 3ലേക്കും ഇങ്ങനെ മാറ്റി മാറ്റി വരുന്നത് എപ്പോൾ വേണമെങ്കിലും അനു താങ്കൾക്ക് സ്റ്റോപ്പ് പറയാം. സ്റ്റോപ്പ്. മതി. 3 ബോംബുകൾ. അനു ഇതിലേത് ഞാൻ സെലക്ട് ചെയ്യണം? ഇത് പ്രത്യേക അല്ലേ? എടുത്തു, കുഴപ്പമില്ല. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാനത് കടിച്ചു പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ലൈറ്റർ തരുന്നു. ഇത് ഉപയോഗിച്ച് ലൈറ്റർ ഉപയോഗിച്ച് താങ്കൾ ഇതങ്ങ് കത്തിച്ചേക്കുക. ഇതാണ് ഞാൻ കടിച്ചു പിടിക്കും. ഇതാണ് ശരിക്കുള്ള ബോംബെങ്കിൽ മജിഷ്യൻ സാമ്രാജ്യന്റെ ശിരസ് ഈ സ്റ്റേജിൽ ചിന്ന ഭിന്നമായി പോകും. യാതൊരു സംശയമില്ല. അങ്ങനെയെങ്കിൽ എന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ കത്തിച്ചാൽ മതി. എന്തായാലും ഇതൊരു കണ്ണാടിയെ വെക്കുക. ഫോർ ദ സേഫ്റ്റി റീസൺ. അറ്റ്ലീസ്റ്റ് കണ്ണെങ്കിലും തിരിച്ചിട്ടിട്ടെന്ന് വിചാരിച്ചാൽ. അനൂപേ കത്തിക്കുക. എന്തൊരു യോജിപ്പ്. ഭാര്യയുടെ ഭർത്താവിനെ പോയി ഒരുമിച്ച് ആ സീൻ കാണാനായിട്ട് രണ്ടിനോട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടോ? ഇതല്ല പൊട്ടിയത്. എല്ലാരും പറയുന്നത് ഹൊറർ മാജിക് സാമ്രാജ്യം. ഇതൊരു കോമഡി മാജിക്. അനൂപേ, 2 more bombs are there. One is real and another one is fake. I don't know which is which. നമുക്ക് നോക്കാം. അനു സത്യൻ 1 2ലേക്കും 2 1ലേക്കും മാറ്റി 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 വെക്കുന്നു. 1 2ലേക്ക് 2 1ലേക്കും മാറ്റി മാറ്റി വെക്കുന്നത് എപ്പോൾ വേണമെങ്കിലും താങ്കൾ സ്റ്റോപ്പ് പറയാം. താങ്കൾ ഇപ്രാവശ്യം ഭാര്യ തന്നെ പറയൂ. സ്റ്റോപ്പ്. എന്ത് രസമായിട്ട് പറയുന്നു അനൂപേ. വീട്ടിലിരിക്കുന്നതിനാണോ ഇത്? ഭർത്താവ് ഇങ്ങോട്ട് കയറി വരുമ്പം എങ്ങനെയാ? വീട്ടിലോട്ട് വരുമ്പം നല്ല രസമുണ്ട് സൗണ്ട് കേൾക്കാൻ. ഓക്കെ, ഇതിൽ ഒന്നുകൂടെ വെക്കാം. അതോ മാറ്റണം? ഏത് വേണം താങ്കൾ തന്നെ സെലക്ട് ചെയ്തു. ഇതിൽ ഏത് വേണം എന്ന് പറയുക. ഇപ്പുറത്തെ വേണോ അപ്പുറത്തെ വേണോ? ഇപ്പുറത്തെ സമയം പാഴാക്കല്ല, അതുകൊണ്ടാണ്. ഫസ്റ്റ് വൺ വന്നേ, 2 പിരിഞ്ഞു വന്നേ. ഇത് ഫസ്റ്റ് വൺ ഞാൻ എടുക്കണം ഇല്ലേ? ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഇത് തന്നെയാണോ അതോ അപ്പുറത്തെ എടുക്കണോ? ഏതാ? ഇത് തന്നെ. സുധേൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. അപ്പുറത്തെ വേണോ ഇപ്പുറത്തെ വേണോ? പിന്നെ പറയരുത് അയ്യോ മറ്റേ പറയണ്ടായിരുന്നു സാമ്രാജ്യന്റെ ചാരിച്ച്. അങ്ങനെ വല്ലതും ചിന്തിക്കുന്നുണ്ട്? ഏതാണ് പറ. ഫസ്റ്റ് വൺ. ഇറ്റ്സ് നോ ചേഞ്ച് അറ്റ് ഓൾ. ഈ സെയിം ടൈമില് സത്യൻ ബോംബ് മറ്റേത് അവിടെയും വെച്ച് കത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വാ. ഞാൻ പറയാം, കത്തിച്ചോണം. മൈക്രോഫോണതി ശരി. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ, മാറ്റിയെടുക്കാൻ പറഞ്ഞില്ലേ? ശരി, ഓർക്കുക. നിങ്ങളിത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചില്ലേ? ഇതൊരു മെന്റലിസം ഷോയാണ്, അതായത് മൈൻഡ് റീഡിംഗ് ആണ്. ഐ നോ അനൂപ് അതേ പറയുള്ളൂ, അനുവിന്റെ വൈഫ് അതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ദാറ്റ് ഇസ് മാജിക്.